നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വർഷത്തെ യുവേഫ യൂറോ അരങ്ങേറുന്നത് ജർമ്മനിയിൽ വെച്ചുകൊണ്ടാണ്. ആതിഥേയർ എന്ന നിലക്ക് നേരത്തെ തന്നെ അവർക്ക് യോഗ്യത ലഭിച്ചതുകൊണ്ട് യോഗ്യതാ മത്സരങ്ങൾ കളിക്കേണ്ടി വന്നിരുന്നില്ല. പക്ഷേ സമീപകാലത്ത് മോശം പ്രകടനമാണ് ജർമ്മനിയുടെ ദേശീയ ടീം നടത്തിയിട്ടുള്ളത്. ഒരുപാട് തോൽവികൾ അവർക്ക് വഴങ്ങേണ്ടി വന്നിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ പരിശീലകനായ ഹൻസി ഫ്ലിക്കിന് സ്ഥാനം നഷ്ടമാവുകയും ചെയ്തിരുന്നു. നിലവിൽ ജൂലിയൻ നഗൽസ്മാൻ ആണ് ജർമ്മനിയെ പരിശീലിപ്പിക്കുന്നത്. 2021 യൂറോ കപ്പിൽ ജർമ്മനിക്ക് വലിയ രൂപത്തിലുള്ള ചലനങ്ങൾ ഒന്നും സൃഷ്ടിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ആ യൂറോ കപ്പിൽ നിന്നും പുറത്തായതിന് പിന്നാലെയായിരുന്നു സൂപ്പർ താരം ടോണി ക്രൂസ് ഇന്റർനാഷണൽ ഫുട്ബോളിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചത്. തന്റെ കുടുംബത്തോടൊപ്പം കൂടുതൽ സമയം ചിലവഴിക്കാൻ വേണ്ടിയായിരുന്നു ജർമ്മനിയുടെ ദേശീയ ടീമിൽ നിന്നും ടോണി ക്രൂസ് വിരമിച്ചിരുന്നത്. പക്ഷേ ഈ വർഷം സ്വന്തം നാട്ടിൽ വെച്ചുകൊണ്ട് നടക്കുന്ന യൂറോ കപ്പിൽ പങ്കെടുക്കാൻ ക്രൂസിന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിരമിക്കൽ പിൻവലിച്ചുകൊണ്ട് ജർമ്മനിയുടെ ദേശീയ ടീമിലേക്ക് തിരിച്ചെത്താൻ ഇപ്പോൾ ടോണി ക്രൂസ് ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആലോചിക്കുന്നുണ്ട് എന്നുള്ള വാർത്തയാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത്. പരിശീലകനായ ജൂലിയൻ നഗൽസ്മാനുമായി വളരെ നല്ല ബന്ധം വെച്ച് പുലർത്തുന്ന ഒരു താരം കൂടിയാണ് ടോണി ക്രൂസ്. അദ്ദേഹം ജർമ്മനിയുടെ ദേശീയ ടീമിലേക്ക് തിരിച്ചെത്തുന്നത് എല്ലാവർക്കും സന്തോഷമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല, ടോണി ക്രൂസിനെ തിരികെ വരാൻ പ്രേരിപ്പിക്കുന്ന താരങ്ങളിൽ ഒരാൾ അന്റോണിയോ റൂഡിഗർ ആണ്. രണ്ടുപേരും നിലവിൽ റയൽ മാഡ്രിഡിലെ സഹതാരങ്ങൾ കൂടിയാണ്. ഇക്കാര്യങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പ്രമുഖ മാധ്യമമായ ദി അത്ലറ്റിക് ആണ്. ജർമ്മനിയുടെ ദേശീയ ടീമിന് വേണ്ടി ആകെ 106 മത്സരങ്ങളാണ് ടോണി ക്രൂസ് ഇതുവരെ കളിച്ചിട്ടുള്ളത്. 2014 വേൾഡ് കപ്പ് കിരീടം നേടിക്കൊടുക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കാൻ ക്രൂസിന് കഴിഞ്ഞിട്ടുണ്ട്. അന്ന് ആ ഒരു വേൾഡ് കപ്പ് സെമിയിൽ ബ്രസീലിനെ നാണം കെടുത്തി വിട്ടപ്പോൾ ജർമ്മനിയുടെ നിരയിൽ മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം സ്വന്തമാക്കിയിരുന്നത് ടോണി ക്രൂസ് തന്നെയായിരുന്നു. താരം തിരിച്ചു വരികയാണെങ്കിൽ ബുദ്ധിമുട്ടിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ജർമ്മനിയുടെ ദേശീയ ടീമിന് അതൊരു വലിയ മുതൽക്കൂട്ട് തന്നെയായിരിക്കും. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.